ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റിറ്റ്സ് ആണ്. റിറ്റ്സ് എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. ഇപ്പോൾ കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള വാഹനം കൂടിയാണ് റിറ്റ്സ്. പ്രത്യേകിച്ച് ഡീസലൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ ഈ ഒരു വാഹനം 2010 മോഡലാണ്. അപ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. പിന്നെ VDI ആണ്. VDI എന്ന് നിങ്ങൾക്കറിയാം, ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു നല്ല വുഡൻ ഫിനിഷുള്ള തീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2010 KL7 രജിസ്ട്രേഷൻ വന്നത്, ഡീസൽ ഓപ്ഷൻ വന്ന വാഹനമാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് വന്നേക്കണം, ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്ന വാഹനമാണ്. 1250 cc ആണ് വന്നേക്കണം. ഓക്കെ, പിന്നെ നല്ല മൈലേജ് തരുന്ന വാഹനം കൂടിയാണ് ഈ ഒരു റിറ്റ്സ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 20 കിലോമീറ്റർ മൈലേജ് നമുക്ക് വാങ്ങി ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, വാഹനം ഫുള്ള് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റയച്ചതും, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, വിറ്റയച്ചതും, അതേപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഡിമാൻഡിൽ നിൽക്കുന്ന വാഹനം കൂടിയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് മാരുതിയുടെ റിറ്റ്സ് ആണ്. അപ്പോൾ റിറ്റ്സ് ഇത് ഡീസൽ ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. ഡീസൽ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് പവറൊക്കെ തന്നെ വാഹനമാണ്. റിറ്റ്സ് സ്വിഫ്റ്റ് ഒക്കെ നോക്കിയാൽ സ്വിഫ്റ്റിനകത്ത് സെയിം കണ്ടീഷൻ എന്നാണ്. റിറ്റ്സിൻ്റെ അത് എഞ്ചിൻ ഭാഗം കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന വാഹനം കൂടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് ആയാലും റിറ്റ്സ് ആയാലും വന്നേക്കണം. അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ എഞ്ചിനാണ് ഫസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. ആ സംഭവം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനം ഫുൾ കാണാൻ പോകണം. ഇനി ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗം എല്ലാം നമുക്ക് നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഫേസ് ലിഫ്റ്റ് വന്നേക്കാളും മുമ്പുള്ള സ്വിഫ്റ്റ് റിറ്റ്സ് ആണ്. 2010 ഇതിൻ്റെ മോഡലൊക്കെ വന്നതാണ്, 2010 മോഡൽ. അതേപോലെ തന്നെ ഡീസൽ ഓപ്ഷൻ എന്നൊക്കെ വാഹനം VDI ആണ്. VDI കൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വാഹനത്തിൻ്റെ വീലാർച്ചും അതേപോലെ ടയർ കണ്ടീഷൻ കാര്യങ്ങളും നോക്കിയേക്കാം. വീലാർച്ചൊക്കെ വരണമെങ്കിൽ നല്ല നീറ്റായിട്ടേക്ക് വീലാർച്ചും ടയർ നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബോണറ്റിലേക്ക് വരാം. ബോണറ്റായിട്ട് നല്ല കണ്ടീഷൻ നിങ്ങളുടെ ബോണറ്റാണ്. ഒരു സ്ക്രാച്ചോ എന്തോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല, നീറ്റായിട്ടിരിക്കുന്നു. ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോഗ് ലാംപ്സ് കാര്യങ്ങളും കിട്ടുന്നില്ല, പക്ഷേ ഫോഗ് ലാമ്പിനുള്ള ഗ്യാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ വീലാർച്ചും ടയേഴ്സ് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ വീലാർച്ച് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ചെറിയൊരു പൊട്ടിക്കൽ ഡെൻറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ ടയർ കണ്ടീഷനൊക്കെ നീറ്റായിട്ടിരിക്കുന്നു, നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. സൈഡിലേക്ക് വരാം. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ പക്കാൻ കണ്ടീഷൻ നിൽക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ടെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. സൈഡ് പോർഷനിലേക്ക് വരാം. നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആ റിറ്റ്സിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു വിൻഷീൽഡ്. ഒരു ഒതുങ്ങിയൊരു വിൻഷീൽഡ് വന്നേക്കണേ. അതേപോലെ തന്നെ ലിഡ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇങ്ങനെ ലിഡ് നമുക്കിവിടെ കാണാം. VDI ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇങ്ങനെ ബമ്പേഴ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റിറ്റ്സിൻ്റെ. റൈറ്റ് സൈഡിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വിൻഷീൽഡായാലും നീറ്റായിട്ടിരിക്കുന്നു. ഡോർ ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. 4 പവർ വിൻഡോസും കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ടും ചെക്ക് ചെയ്തേക്കാം. VDI ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ RPM മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ടോപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ നമ്മുടെ റിറ്റ്സിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ഒരു ഗിയർ നോക്കും. നല്ല പൊസിഷനിലിരിക്കുന്ന ഗിയർ നോക്ക് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് നോക്കാം. പ്ലാറ്റ്ഫോം നോക്കാം. വിനയിലൊക്കെ ചെയ്ത് ഭംഗിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഡോർ പാഡ്സ് ആയാലും നല്ല കണ്ടീഷൻ നിൽക്കുന്നു. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. റിയർ പാർട്ട് സീറ്റ് നോക്കാം. ഇവിടെയും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാം. റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് വെച്ചിട്ടേക്കാം. ഒന്ന് പവർ ഓൺ ചെയ്യാം. 1,21,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ എക്സിറ്റ് അടിയാം. എക്സിറ്റിന് ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡ് എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ഇവിടെ നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ വാഹനത്തിൻ്റെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ സീറ്റ്സാണ്. വിത്ത് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലിഡും ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് അവസ്ഥ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിറ്റ്സിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. TDIS ടെക്നോളജി വന്നിട്ടുള്ള വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ പേസ്റ്റിംഗ് പറ്റി തന്നെ ഇങ്ങനെ പേസ്റ്റിംഗ് ആണ്. അതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ. എഡ്ജസ് നോക്കാം.
ഫേസിങ് നോക്കാം. ഇവിടെ ബാറ്ററി നോക്കാം. പവർഫുൾ ബാറ്ററി വന്നേക്കണം ആണോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം കേട്ടോ. അതേപോലെ നമ്മളിവിടെ എന്താ ലീക്കേജോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. അത് നോക്കാം. ഓക്കെ, നമുക്ക് ലിഡിലേക്കൊന്ന് വേഗം. ലിഡായാലും നല്ല നോക്കി തന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് ബൂട്ടിലേക്ക് പോകാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കിയതാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിറ്റ്സിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. കാര്യമായിട്ടുള്ള സ്പേസ് എന്ന് പറയാൻ പറ്റില്ല, അതെല്ലാം കുഴപ്പമൊന്നുമില്ല. വളരെ ഒതുങ്ങിയൊരു സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമൊക്കെ നീറ്റാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കാം, സീറ്റ്സൊക്കെ സ്പ്ലിറ്റ് സീറ്റ്സാണ് വന്നേക്കണേ. നമുക്ക് പ്ലാറ്റ്ഫോമിൽ അപ്പയായിട്ട് എയർ കണ്ടീഷൻ നോക്കാം. എയർ കുറച്ച് ഗ്രിപ്പ് കുറവാണ്. പക്ഷേ സ്പെയർ വീലിൻ്റെ റൂം നോക്കാം. റൂമൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഈ റൂമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊടിക്കൊരു ചെറിയൊരു പാച്ച് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ബൂട്ടിൽ കിട്ടാനുള്ളത്. ബൂട്ടിൽ ലിഡും കൂടി നോക്കിയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ ഒക്കെ നോക്കാം. അല്ല, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ട്രൈറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു റിറ്റ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. കിലോമീറ്റേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1,00,000+ കിലോമീറ്റേഴ്സ് വാഹനം പറഞ്ഞ് ഞാൻ ഓടിയുണ്ട്. കറക്റ്റ് കിലോമീറ്റർ ഞാൻ ഇന്ത്യയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കാനാകുമ്പോൾ ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായ അപ്ഡേറ്റ്സ് എല്ലാം അതിൽ കൂടി നിങ്ങളിലേക്ക് ഡെയിലി എത്തുന്നതാണ്. ഫേസ്ബുക്ക് പേജ് കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്, ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,40,000 രൂപ 2.40 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞ പോലെ നെഗോഷ്യബിൾ ആയിരിക്കും. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വാട്സാപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ രീതിയിലുള്ള നെഗോസിയേഷൻ ഞാൻ ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കാം. അത് കാണാം.